ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് പൈസീസ് സൺ, മൂൺ, റൈസിങ്, നക്ഷത്രം എല്ലാം സയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയുമാണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. നിങ്ങൾക്ക് മാച്ച് ആവണ സിറ്റുവേഷനും മെസ്സേജൊക്കെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം, മറ്റതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ ആയിട്ട് ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് ആണ്, പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഒരു ഫ്യൂച്ചർ ആക്ഷൻ എടുക്കാൻ പോണത്, ഇതൊക്കെ ഇപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഇപ്പോൾ പൈസീസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജീന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് സൺ. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് പേജ് സോഡ്സ്. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ നൈറ്റ് ഓഫ് വോൺസ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് 4 ഓഫ് വോൺസ്. എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ ആണ്. നിങ്ങളുടെ പേഴ്സന്റെ ഇന്റൻഷൻ എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ഇന്റൻഷൻ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്? സ്റ്റാർ. നിങ്ങളുടെ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്? നൈറ്റ് ഓഫ് സോഡ്സ്. ഔട്ട്കം എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ? അപ്പോൾ പൈസീസ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. അപ്പോൾ ഇതൊരു ബാലൻസ് എനർജിയാണ്, ബാലൻസ് ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കരിയർ, വീട്ടിൻ്റെ കാര്യം, നിങ്ങളുടെ ഫാമിലി, എല്ലാത്തിനും ഒരു ബാലൻസ് ഇത് പോണു. കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. കുറേ ഒരു നർച്ചറിങ് എനർജിയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ഫാമിലി സെറ്റപ്പാണ്, ഒരു ഫാമിലി എനർജി ഉണ്ട്. നിങ്ങളുടെ കരിയറും ഫാമിലിയിലാണ് കുറേ ബിസി ആയിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ എന്തോ ഒരു ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, പറഞ്ഞാൽ ഫിസിക്കലി ഒരു എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ ഇമോഷണലി എവിടെയോ നിങ്ങൾ വിഡ്രോ ചെയ്തിരിക്കണു. മുമ്പത്തെ മാതിരി ഒരു എന്താ പറയുക, ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഇല്ല. എല്ലാം റുട്ടീനായിട്ടാണ് പോകണത്, ഒരു റുട്ടീൻ പോലെ. എല്ലാ ദിവസവും നിങ്ങൾ എനിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും, ഓഫീസിൽ പോവും, തിരിച്ചു വരും. അപ്പം അങ്ങനെ ഒരു റുട്ടീൻ മാതിരിയാണ് ഞാൻ കാണുന്നത്. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ എവിടെയോ ഇവിടെ ആ ഇമോഷൻസ് നിങ്ങൾ ഇടണത് അത് കുറച്ചൊരു അതിൽ നിങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ സൺ ആണ്, ലിയോ എനർജി. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ക്ലാരിറ്റിയാണ്, അബണ്ടൻസ് ആണ്, ഒരു നല്ല ഹാപ്പി എനർജിയിലാണ് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോണു. ഇവിടെ ഒരു ട്രാവൽ എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ ഇവരൊരു ലോങ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ അവർ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷൻ ഞാൻ കാണുന്നത് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഞാനൊരു ഹാപ്പി എനർജി, ഒരു ലവിൻ്റെ എനർജി, ഫാമിലി എനർജിയാണ് കാണുന്നത്. എന്തോ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു ഈ സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞ മാതിരി കുറേ റുട്ടീൻ എനർജിയാണ് കാണുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്, ക്ലാരിറ്റി വരുന്നുണ്ട്, ഒരു സ്റ്റാഗ്നൻ്റ് എനർജിന്ന് പുറത്തു വരണു. ഈ ഏസ് ഓഫ് സോഡ്സ് എന്തുകൊണ്ടാണ്? ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നു. അപ്പം നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലല്ല വെച്ചാൽ ഇവിടെ എന്തോ ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ ചാൻസ് ഉണ്ട്. കിങ് ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആവാം. അപ്പോൾ എന്തോ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണു, അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യണു, കോൾ ചെയ്യണു, സംസാരിക്കണു. അപ്പോൾ ഒരു സ്റ്റാഗ്നൻസിന്ന് പുറത്തു വരണു. പാസ്റ്റിൽ പേജ് സോഡ്സിൻ്റെ എനർജി ആയിരുന്നു. പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളും ഒരു പുതിയ കണക്ഷനിലായിരിക്കും നിങ്ങൾ രണ്ടാളും. എന്ന് വെച്ചാൽ ഇത് കുറേ ഒരു
ഓൾഡ് സിറ്റുവേഷൻ അല്ല, ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായി. നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആയിട്ടാണ് തുടങ്ങിയത്. ഓൺലൈനായിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഓൺലൈനായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതല്ല വെച്ചാൽ ജോലിയുടെ കാര്യത്തിലായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആ സിറ്റുവേഷൻ മാറി. നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പോൾ സിറ്റുവേഷൻ കുറച്ചുകൂടി ഒരു സീരിയസ്ലി ആവാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് വോൺസ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും തോന്നിയത് ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പ് മെറ്റീരിയൽ അല്ല എന്ന് വെച്ചാൽ അവർക്ക് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. കുറേ വേറെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി. ഇവർക്ക് പറഞ്ഞാൽ ഈ പേഴ്സൺ കുറേ ഒരു പ്ലെയർ മാതിരി, ഒരു ഓവർ ഫ്രണ്ട്ലി മാതിരി ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് തോന്നി ഈ പേഴ്സൺ ചിലപ്പോൾ കമ്മിറ്റ് ചെയ്യില്ല, ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരു സീരിയസ്നെസ് ഇല്ല എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഹെർമിറ്റ് എനർജി, അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു സീരിയസ് റിലേഷൻഷിപ്പാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു സീരിയസ്നെസ് വേണ്ടിയിട്ടുണ്ടായിരുന്നു, അത് ഈ പേഴ്സണിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നി. ഈ പേഴ്സണിന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 of Wands ആണ്. അവർ ആക്ച്വലി നിങ്ങളെ കുറിച്ച് സീരിയസ് തന്നെ ആയിരുന്നു. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണമെന്നുമുണ്ട്. പക്ഷെ അവർ കുറേ ഇങ്ങനെ ഒരു പ്ലാനിങ് സ്റ്റേജിലാണ്. എന്ന് വെച്ചാൽ അവർ ഉടനെ എന്തെങ്കിലും പറയാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം. അവർക്കെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പം അങ്ങനത്തെ ഒരു ഫേസിലാണ് ഇപ്പോൾ അവർ. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഏതും റിലേഷൻഷിപ്പിൽ ഒരു ഇമോഷണൽ കണക്ഷൻ വേണം, ഒരു നല്ല കമ്പാറ്റബിലിറ്റി വേണം, ഒരു ലവിൻ്റെ എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. ഒരു നല്ല ഒരു പേഴ്സണെ മീറ്റ് ചെയ്ത് അവരുടെ കൂടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവണം എന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഈ പേഴ്സൺ ആയാലും അവിടെ ഒരു ലവ് കണക്ഷൻ വേണം എന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ബോണ്ടിങ് വേണം എന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ ഒരു ഹോപ്പ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ എന്നോട് അവരുടെ മനസ്സിൻ്റെ കാര്യം എപ്പോഴെങ്കിലും തുറന്ന് പറയും എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്. ഈ പേഴ്സണിൻ്റെ ഇൻറ്റൻഷൻ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർ ആക്ച്വലി കുറേ സീരിയസ് ആണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതുകൊണ്ട് അവർ ഉടനെ ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറല്ല. അവർക്ക് അറിയാം, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് അറിയാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ കുറേ സമയം എടുത്തിട്ടാണ് കുറേ ഒരു സീരിയസ് എനർജിയിലാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോണേ. അതിന് വേണ്ടിയിട്ട് എന്താ അവർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെയൊക്കെ പ്ലാനിങ് അവർ ഇപ്പോൾ ചെയ്യണു. അവരുടെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്ന്. പക്ഷെ അത് അവർ തുറന്ന് പറയുണ്ടാവില്ല. ഡെവിൽ എനർജി, ഇവിടെ കുറച്ചൊരു ഒബ്സെഷൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് കുറേ ഒബ്സെസ്ഡ് ആണ്. ആക്ച്വലി എല്ലാം കാര്യങ്ങൾ ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത്. ഇവിടെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ സ്റ്റാർ ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, ഒരു ഹീലിംഗ് എനർജിയാണ്, ബാലൻസ്ഡ് എനർജി വരണു. അപ്പോൾ നിങ്ങൾ ഒരു ബാലൻസ്ഡ് എനർജിയിലേക്കാണ് പോകണത്. ഇപ്പോൾ തൽക്കാലം കാര്യങ്ങൾ മുമ്പോട്ട് പോകണില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അത് മാറാൻ പോകുന്നുണ്ട്, അത് ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ നൈറ്റ് ഓഫ് സോഴ്സ് ആണ്. ഇവരാണ് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ പോണത്. എന്താ വെച്ചാൽ അവരുടെ എനർജിയിൽ കുറേ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. അവർ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള പ്ലാനിലാണ്, എഫേർട്ട് ഇടാനുള്ള പ്ലാനാണ് അവരുടെ. നിങ്ങളോട് അവരുടെ മനസ്സിൻ്റെ കാര്യം തുറന്ന് പറയാനുള്ള പ്ലാനാണ്. ഇവിടെ അവർക്ക് പേടി എന്താ വെച്ചാൽ അവർ ലേറ്റ് ആക്കിയ ഈ സിറ്റുവേഷനിൽ വേറൊരു പേഴ്സൺ വരാനുള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞാൽ വേറെ ആരെങ്കിലും വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യുമെന്നോ അങ്ങനത്തെ ഒരു പേടിയുണ്ട് അവർക്ക്. 5 of Swords ആണ് ഔട്ട്കം. 5 of Swords കുറച്ചൊരു നെഗറ്റീവ് എനർജിയാണ്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ അതിൻ്റെ കാരണം ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവും. 7 of Pentacles പക്ഷേ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്തു. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്തു. ഞാൻ കാണുന്നത് ഇവിടെ ഒരു ലോസിൻ്റെ എനർജിയാണ്. പക്ഷെ ആ ലോസ് ഒരു പോസിറ്റീവ് തരത്തിൽ മുമ്പോട്ടേക്ക് പോകും. ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ എല്ലാം ബാലൻസിലേക്ക് വരും, എല്ലാം ശരിയാവും. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ജസ്റ്റിസ്, കാർമിക് ജസ്റ്റിസിൻ്റെ എനർജിയാണ് ഇത്. റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് ലോസ് ആയി പോയി എന്ന്. പക്ഷേ ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ടാവും. ഈ പേഴ്സൻ്റെ മനസ്സിൻ്റെ ഫീലിങ്സ് എന്താണ് ഇപ്പോൾ? ഐ നോ ഐ മെസ്ഡ് അപ്പ് എവറിത്തിങ്. ഇവരെന്തോ ചെയ്തു, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആവാം. ഐ എം സോ അട്രാക്റ്റഡ് ടു യു വന്നിട്ടുണ്ട്.
യു കെം ക്ലോസർ ദാൻ എനി വൺ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. പൈസീസ് ഇവിടെ ലീബ്ര ഉണ്ട്, ടോറസ് വെർഗോ കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ് ഉണ്ട്, ലിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സൈൻസ് ഇവിടെ കാണാണ്ട്. അക്വേറിയസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സൈൻ, സൺ സൈൻ, മൂൺ സൈൻ, നക്ഷത്രം എന്താ അറിയാച്ച അത് മെൻഷൻ ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.